ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നല്ലത് മനോഹരമായ ഒരു പ്രഭാതം കാണുവാൻ ഒരു നല്ലൊരു അവസരം ലഭിച്ചതിന് ഞാൻ ദൈവത്തെ ആദ്യമായിട്ട് നന്ദി പറയുന്നു. പ്രേക്ഷകരായ നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ നിങ്ങൾ അതിപ്രധാനമായ ദൂതുകൾ പ്രഭാത ധ്യാനത്തിലൂടെ കേട്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായും നമ്മൾക്ക് ഒരുമിച്ച് ഈ പ്രഭാത ധ്യാനത്തിലൂടെ തുടരുന്ന ഈ ദൈവജന ഘോഷണം നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത ധ്യാനത്തിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ശാരീരികവും മാനസികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കണം. ഇതിൻ്റെ വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് 1 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 19-ാം വാക്യമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്, നമുക്ക് സുപരിതമായ വേദഭാഗമാണ്. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലായോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ നല്ല പ്രഭാതം നമ്മളോട് ചോദിക്കുകയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും ആരോഗ്യവന്മാരും നമ്മൾ സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആരും പുറകോട്ടല്ല. പക്ഷെ നേരെ മറിച്ച് ഇതെല്ലാം ഉള്ള കഴിവുകളെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിക്കപ്പെടണം. അതിനു വേണ്ടിയാ ദൈവം നമുക്ക് ആരോഗ്യവും കഴിവുകളൊക്കെ നൽകിയിരിക്കുന്നത്. നമ്മൾ ആരോഗ്യന്മാരായിട്ടിരിക്കുന്നതും വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നതും വളരെ വളരെ ഡിഗ്രികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്താണ്? കഴിവുകളെ നമുക്ക് ലഭിച്ചിരുന്ന ഈ കഴിവുകളെല്ലാം ദൈവത്തിന് വേണ്ടി നാം പരിപോഷിപ്പിക്കണം. കാരണം നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ കഴിവുകളില്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ആരോഗ്യം ഒരു വലിയ നിധി അല്ലെങ്കിൽ നിക്ഷേപമാണ്, അല്ലേ? പല ആളുകളും വലിയ ആരോഗ്യന്മാരായി ഇരിക്കുന്നവരുണ്ടെങ്കിലും ശക്തി ഒട്ടും കാണുകയില്ല. എന്നാൽ വെറും വലിയ എലുമ്പന്മാരായിരിക്കുന്ന ചില ആളുകളുണ്ട്, അവർ വളരെയധികം ആരോഗ്യപരന്മാരാണ്. മാനസികമായും ആത്മികമായും അവര് ശക്തന്മാരാണ്. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ആരോഗ്യമുണ്ട് എന്ന് തോന്നുക, കഴിവുകളുണ്ട് എന്ന് തോന്നുക, എന്നെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തോന്നുക എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഓർക്കുക, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളത് ഓർമ്മപ്പെടുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ഉള്ളിൽ തോന്നുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശാരീരികവും മാനസികവുമായ കഴിവുകളും നിങ്ങൾക്കുണ്ടുവെങ്കിൽ നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അത് പരിപോഷിപ്പിക്കണം. സ്തോത്രം. ഇല്ല എങ്കിൽ വേദപുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ ആരാ? മരിച്ചവനാണ് എന്ന് വേദപുസ്തകം പറയുക. എന്ന് പറഞ്ഞാൽ ജീവനോട് നമ്മൾ ഇരിക്കുന്നുവെങ്കിലും ആരാ? മരിച്ചുപോയ ജീവനില്ലാത്ത ഒരു ഭൗതിക ശരീരം. വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യപരമായ ശക്തിയുണ്ട്, ധാരാളം ടാലന്റുകൾ, കഴിവുകളുണ്ട്. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയതായ ഒരു ജഡം. പക്ഷെ നമ്മളിൽ ദൈവം വസിക്കുന്ന ശരീരമായതുകൊണ്ട് നമ്മളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ധാരാളം കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ആ തന്ന ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. ഇല്ല എങ്കിൽ അതൊരു മഹാപാപമാണ്. ഇവിടെ ദാരിദ്ര്യം പല കാര്യങ്ങളിലും ഒരു അനുഗ്രഹമാണ്. ദാരിദ്ര്യം പല കാര്യങ്ങളിലും എന്താണ്?
ഒരു അനുഗ്രഹമാണ്. കാരണം യുവജനങ്ങളും കുട്ടികളും ഒന്നും ചെയ്യാതിരുന്നത് നശിക്കുന്നതിനെ അത് തടയുന്നു. സ്തോത്രം. ദാരിദ്ര്യവും പല കാര്യങ്ങളിൽ ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ്? പല യുവജനങ്ങളും കുട്ടികളും ഒന്നും ചെയ്യാതിരുന്ന് നശിക്കുന്നതിനെ ആ ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു? തടയുവാൻ കാരണമായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ മാനസിക ശക്തികളെ വേണ്ടും വിധം വികസിപ്പിക്കണം. മാതാപിതാക്കളുടെ ഒന്നാമത്തെയും സ്ഥിരമായ ഒരു കരുതൽ മക്കൾ പൂർണ്ണമായ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ആയിത്തീരേണ്ടതിന് അവർക്ക് കരുത്തുള്ള ശരീരം എന്ത് ചെയ്യണം? ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയാണ് ശാരീരിക വ്യായാമം. കൂടാതെ ഈ ലക്ഷ്യം നേടുവാനാകുകയും. ഒരു മനുഷ്യന്റെ ആത്മീക തത്വങ്ങൾ വിജയിക്കണമെങ്കിൽ അവൻ ആത്മീക ആരോഗ്യമുള്ളവനായിരിക്കണം. ഒരുപക്ഷെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മാനസികമായും ശാരീരികമായും കഴിവും ആരോഗ്യമുള്ളവനായിരിക്കണം. ഇപ്പൊ കഴിവുകളില്ലാത്ത ഒരു മനുഷ്യനെയും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചില്ല. അവർ ചെയ്യട്ടെ, ഇവർ ചെയ്യട്ടെ, പാർശ്വത ചെയ്യട്ടെ, സഭാമൊപ്പം ചെയ്യട്ടെ എന്നുള്ളതല്ല. ദൈവം നമുക്കെല്ലാവർക്കും കഴിവുകൾ നൽകി ആ കഴിവുകളെ വികസിപ്പാൻ പരിശുദ്ധാത്മാവ് വീണ്ടും 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 നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മെലിഞ്ഞു നിസ്സഹായകമായി അധികം വസ്ത്രം ധരിച്ച് പരിഹസിച്ച് ചിന്തിക്കുന്ന ഒരു സ്വാധീനമല്ല, പകരം ഒരു മാന്യ സ്ത്രീ മികച്ച ബുദ്ധിക്ക് ആരോഗ്യകരമായ ഒരു ശരീരമാണ് വേണ്ടത്. മെലിഞ്ഞുണങ്ങി ഇരിക്കുന്നു, അത് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയല്ല. അവർക്ക് ബുദ്ധി ഉണ്ടാകണം, അവർക്ക് ദീർഘവീക്ഷണം ഉണ്ടാകണം, അവർ കായികമായും ആത്മികമായും ശാരീരികമായും ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ അനേകം കഴിവുകൾ ഉണർന്നു വരുന്നത്. ആ ഉണർവിൻ്റെ ആത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണം ഒഴുകുന്നത്. ആ ഒരുക്കം സ്വർഗത്തിലും നമ്മൾ കെട്ടപ്പെടും. നമുക്കതിനോട് ഒരുങ്ങാമോ? നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെടുന്ന നല്ല ദൈവമേ, മനോഹരമായി നല്ല ഈ പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നല്ലൊരു അവസരം നൽകിയതിന് ഓർത്ത് നല്ല നാഥന നന്ദി പറയുകയാണ്. ഇനി പ്രവചനം കേട്ടത് ശാരീരികവും മാനസികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. ഞങ്ങളെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കർത്താവെ അത് പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ അവിടുത്തെ പ്രവൃത്തി ചെയ്യുവാൻ ഞങ്ങളുടെ കഴിവുകളെ ഞങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രേക്ഷകരായ ഓരോ സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, സ്ത്രീ പുരുഷന്മാരെല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മളിലുള്ള കഴിവുകളെ ത്വരിതപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.